Good morning, students. So we are moving with the second module, that is regression analysis. Last day we just started with the first method of solving the regression equation, that was method of least squares. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു നമുക്കൊരു മെത്തേഡും കൂടി ഉണ്ട്, അത് കോറിലേഷനാ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ടുഡേ. ദാറ്റ് ഈസ് ആൾജിബ്രിക് മെത്തേഡ്. ആൾജിബ്രിക് മെത്തേഡിലും നമുക്കറിയാം റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ്, രണ്ട് ലൈൻ അല്ലെങ്കിൽ വൈ ഓൺ എക്സ് ആൻഡ് എക്സ് ഓൺ വൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ വെച്ച് നമ്മൾ പഠിച്ചു. ഇന്നിപ്പോൾ ആൾജിബ്രിക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗിവ് ഇമ്പോർട്ടൻസ് ആദ്യം നമുക്ക് ഫസ്റ്റ് പഠിക്കാം, അപ്പോൾ അതുപോലെ കണക്ട് ചെയ്ത് സെക്കൻഡ് പഠിക്കാം. അപ്പോൾ ഇവിടെ മാത്രം ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. റിഗ്രഷൻ ലൈ ഓഫ് വൈ ഓൺ എക്സ്, അതായത് വൈ ഇസ് ഡിപ്പെൻഡിങ് ഓൺ എക്സ്, വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈ ഷുഡ് കം ഓൺ ദ ലെഫ്റ്റ് സൈഡ്, വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ ആദ്യം കണ്ടോ, വൈ ഓൺ എക്സ്, വൈ എക്സ്, എക്സ് മൈനസ് എക്സ് ബാർ. ക്ലിയർ? വേർ ഈ എക്സ് ബാർ വൈ ബാർ എന്ന് പറഞ്ഞാൽ മീനാണ്, ആവറേജ് കാണൂലേ നമ്മൾ, ടോട്ടൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ, അങ്ങനെ എക്സ് ബാറും ടോട്ടൽ ഓഫ് വൈ ഡിവൈഡഡ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ വൈ ബാറും കിട്ടി. ഇനി ബി വൈ എക്സ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അറിയാലോ, ആരാണത്? ആർ അല്ലേ, ആർ എന്ന് പറഞ്ഞു. റിഗ്രഷൻ്റെ നമുക്ക് രണ്ട് കോഎഫിഷ്യൻസ് ഉണ്ട്. റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സും ഉണ്ട്, എക്സ് ഓൺ വൈയും ഉണ്ട്. അതിനെയാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ബി വൈ എക്സ് കാണാൻ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം, ഡിപ്പെൻസ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ഇതാ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ബി വൈ ഓൺ എക്സ് ഇസ് ഈക്വൽ ടു ആർ വൈ ഓൺ എക്സ്. അപ്പോൾ വൈ ഷുഡ് കം അറ്റ് ദ ടോപ്പ്, സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പോൾ ഈ മെത്തേഡിലൂടെ കണ്ടുപിടിക്കുക. ആറ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും തരും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് ഫോർമുല ഉണ്ട്, രണ്ടും പഠിച്ചു വയ്ക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുമ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. ഓർ ബി വൈ എക്സ് കണ്ടുപിടിക്കാൻ എന്താ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. കോറിലേഷൻ പഠിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ഫോർമുല നിങ്ങൾക്ക് ഇനിയും ഭാവിയിലേക്ക് ആവശ്യമുണ്ടെന്നതാ. അതുപോലെ തന്നെ ഇല്ലേ ഈ ഫോർമുല, ആർ ഇസ് ഈക്വൽ ടു ന്യൂമറേറ്റർ നോക്കിയേ, എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ. ഇതല്ലേ നിങ്ങൾ പഠിച്ചത് അവിടെയും. ഡിവൈഡഡ് ബൈ റൂട്ടൊക്കെ എടുത്തിട്ടായിരുന്നു, ഇവിടെ റൂട്ട് വേണ്ട. വൈ ഓൺ എക്സ്, അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യണോ, ദാറ്റ് എക്സ് ഷുഡ് കം ഇൻ ദ ഡിനോമിനേറ്റർ. പക്ഷെ റൂട്ട് വേണ്ട, എക്സ് മാത്രം മതി. അപ്പോൾ എന്ത് വരും, എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയോ? രണ്ട് ലാസ്റ്റ് കോറിലേഷനിൽ പഠിച്ചപ്പോൾ ഇവിടെ വൈ ടേമും എക്സ് ടേമും ഉണ്ട്, രണ്ടിനും റൂട്ട് ഉണ്ട്. റൂട്ട് ഇല്ലാതെ വൈ ഇല്ലാതെ എക്സ് മാത്രം വരുന്നു, അതേ ഉള്ളൂ ഡിഫറൻസ്. സോ ദിസ് ഇസ് നോൺ ആസ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? വൈ മൈനസ് വൈ ബാറിൻ്റെ ഇക്വേഷൻ മനസ്സിലായാലും ഞാൻ എക്സ് ഓൺ വൈയിലോട്ട് പോവുകയാണ്. ഇത് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. വൈ മൈനസ് വൈ ബാർ എന്തായി മാറും, എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ഓൺ വൈ ആണ്, അപ്പോൾ ബി വൈ എക്സിന് പകരം എക്സ് വൈ, ബി എക്സ് വൈ ബ്രാക്കറ്റിൽ വൈ മൈനസ് വൈ ബാർ. കേട്ടോ, എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോൾ എക്സ് ഷുഡ് കം വിത്ത് ദ ലെഫ്റ്റ് സൈഡ്, അല്ലെങ്കിൽ എക്സ് ആദ്യം വരണമെന്ന് ഓർത്താലും മതി. ഇനി ബി എക്സ് വൈ, ബി എക്സ് വൈ രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു. ആർ ഇൻറ്റു നേരത്തെ നമ്മൾ സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്, ഇത് എക്സ് ഓൺ വൈ ആണ്, അപ്പോൾ എക്സ് ഷുഡ് കം ഫസ്റ്റ്, സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. അല്ലെങ്കിൽ കോറിലേഷൻ ഫോർമുല ഏതാണത്, എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ. ന്യൂമറേറ്റർ ദ സെയിം, വൈ ആയിരിക്കണം താഴെ വരേണ്ടത്. ഡിനോമിനേറ്ററിൽ എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതാണ് നിങ്ങളുടെ ഫോർമുല. അപ്പോൾ രണ്ട് രീതിയിലല്ല, ലീസ്റ്റ് സ്ക്വയർ ചെയ്യുമ്പോൾ ആ രീതി ചെയ്യണം. ഇത് ആൾജിബ്രിക് മെത്തേഡ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് ആ പർട്ടിക്കുലർ മെത്തേഡ് യു ക്യാൻ അപ്ലൈ. അപ്പോൾ വി ക്യാൻ ഡു ദ സെയിം പ്രോബ്ലം വാട്ട് വി ഡിഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട് ആൾജിബ്രിക് മെത്തേഡ് ടുഡേ. Okay. Next, we are going to do the same problem what we did in the last class. Obtain the two regression lines for the given data. അന്ന് ചെയ്തപ്പോൾ the method of least squares എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മെത്തേഡ് ഫോളോ ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ട്രൈ വിത്ത് ദിസ് പെർട്ടിക്കുലർ മെത്തേഡ് ആൻഡ് വെദർ വി ആർ ഗെറ്റിംഗ് ദ സെയിം ആൻസർ. നമുക്ക് ലാസ്റ്റ് ഡേ കിട്ടിയ ആൻസേഴ്സ് ആയിരുന്നു രണ്ട് ഇക്വേഷൻസ്, ഓർക്കുന്നുണ്ടോ? Check your notebook. This was the answer that you got in the previous class. Y is equal to 1.66 plus 16 and x is equal to 0.4y minus 1. You can check whether you are getting the same answer or not. So for the algebraic method, മനസ്സിലേക്ക് ആദ്യമേ കയറി വരേണ്ടത് രണ്ട് റിഗ്രഷൻ ഇക്വേഷനും വരണം. നമ്മൾ ആദ്യം തന്നെ കോളംസ് ഒക്കെ നമുക്ക് റെഡിയാക്കാം. എല്ലായ്പ്പോഴും പോലെ തന്നെ ഇവിടെ നമുക്ക് 5 കോളംസ് ആണ് വേണ്ടത്. എക്സ് കോളം, വൈ കോളം, എക്സ് വൈ കോളം, ദെൻ എക്സ് സ്ക്വയർ ആൻഡ് y square. അറിയാലോ, ചെയ്യാൻ അറിയാലോ. ജസ്റ്റ് കോപ്പി ദ എക്സ് ആൻഡ് വൈ വാല്യൂസ് ഓവർ ഹിയർ. അത് ചെയ്യുക. അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എക്സ് വൈ, അറിയാലോ. സ്ക്വയർ ചെയ്യുക. ഓക്കെ, 2400, 1600 ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക ആൻഡ് ടേക്ക് ദ സം ഓഫ് ഓൾ ദ കോളംസ്. സോ these are the totals that you got after finding the columns and calculated the sum.
നേരത്തെ കിട്ടിയ സെയിം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x കാണാൻ പോകണം. അപ്പോൾ ഇതാണ് ഫോർമുല, y മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതാണ് മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇതിൽ ആരെയൊക്കെ കാണണം? എക്സ് ബാർ, വൈ ബാർ, ബി വൈ എക്സും കാണണം. അപ്പോൾ വൈ ബാർ കാണാനായിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ്, സിഗ്മ വൈ ബൈ എൻ. ടോട്ടൽ ഓഫ് വൈ എത്രയാണ്? 200 ആണ്. എത്ര പേരുണ്ട്? 5 പേരുണ്ട്. അപ്പോൾ 200/5 is equal to 100. അതേപോലെ തന്നെ നമുക്ക് സിഗ്മ എക്സ് കാണാം, എക്സ് ബാർ കാണാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. അതായത് എത്രയാണ് വരിക? ടോട്ടൽ ഓഫ് എക്സ് എത്രയാണ്? 75. 75/5 അതായത് 15 വരും അല്ലേ? അപ്പോൾ എക്സ് ബാറും വൈ ബാറും ആയി. ഇനി നമുക്ക് ആരെയാണ് ആവശ്യം? ബി വൈ എക്സ് കണ്ടുപിടിക്കണം. ബി വൈ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു, ഫോമുല എന്താണ് നമ്മൾ പഠിച്ചത്? 2 ഫോമുലയുണ്ട്, പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫോമുല വിട്ടേക്ക്. പിന്നെ 6 അറിയത്തില്ല. അപ്പോൾ രണ്ടാമത്തെ ഫോമുല എടുക്കുക. ഏതായിരുന്നു അത്? കോറിലേഷൻ പോലെയുള്ളത്. എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സ്, അപ്പോൾ എക്സ് ആണ് താഴെ വരേണ്ടത്. എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ എത്രയാണ്? 5. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എത്ര പറഞ്ഞാൽ 3400 മൈനസ് സിഗ്മ എക്സ് എത്രയാണ്? 75. വൈ എത്രയാണ്? 200. കാണാൻ പറ്റുന്നുണ്ടോ പിള്ളേർ? അത് 75 × 200 ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ, അതായത് 5 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 1375 മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 75 ദ ഹോൾ സ്ക്വയർ. ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, നോക്കാം. Calculated 5 into 3400 as 17,000, 75 into 200 as 15,000, 1375 into 5 as 6875, minus 75 square is 5625. ഇതൊക്കെ സോൾവ് ചെയ്തപ്പോൾ I got it as 2000/1250. Answer is what? 1.6. കുട്ടികളെ, I made a mistake here. Y bar 200/5 it is 40 ആണേ. 100 ബൈ മിസ്റ്റേക്ക് വന്നതാണ്, 40 ആണ്. ഇനി ബി വൈ എക്സ് കിട്ടി, വൈ ബാർ കിട്ടി, എക്സ് ബാർ കിട്ടി. ഇനി ഗോ ബാക്ക് ടു ദ ഇക്വേഷൻ. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇതിലൂടെ നമ്മളതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വൈ വി ഡോണ്ട് നോ. വൈ ഇറ്റ്സ് ആൻ ഇക്വേഷൻ ആണ്, അൺനോൺ തന്നെ. വൈ ബാർ നമുക്കിപ്പോൾ കിട്ടി എത്രയാണ്? 40 ഇസ് ഈക്വൽ ടു ബി വൈ എക്സ്. ബി വൈ എക്സ് എന്താ? 1.6 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എത്ര കിട്ടിയേ? 15. അപ്പോൾ ഇതൊന്നൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാം നമുക്ക്. സോൾവ് ചെയ്യാൻ ഇൻ ദ സെൻസ് വൈ മൈനസ് 40 ഇസ് ഈക്വൽ ടു 1.6 ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ 1.6x മൈനസ് 15 ഇൻറ്റു 1.6. 1.6x മൈനസ് 1.6 ഇൻറ്റു 15 എത്രയാണ്? 24 ആണ്. അപ്പോൾ y മൈനസ് 40 ഇസ് ഈക്വൽ ടു 1.6x മൈനസ് 24. അപ്പോൾ എനിക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ y മാത്രം മതി, 14 ആവശ്യമില്ല. സോ ഐ എം ടേക്കിംഗ് ദാറ്റ് 40 ടു ദ അതർ സൈഡ്. അപ്പോൾ y ഇസ് ഈക്വൽ ടു 1.6x minus 24. When this minus 40 comes over here, it is plus 40. അപ്പോൾ എന്താ? മൈനസ് ഇതെടുക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. 1.6x ആണ്. 2 നമ്പർ വന്നിട്ടുണ്ട്, -24ഉം 40. ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആണ്. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 16 വരും. സോ വാട്ട് ഇസ് ദ ആൻസർ ഹിയർ? ഇറ്റ് ഇസ് y is equal to 1.6x plus 16. കണ്ടോ പിള്ളേരെ? നമുക്ക് സെയിം ആൻസർ കിട്ടിയത് കണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത സെയിം ആൻസർ തന്നെ കിട്ടിയത് കണ്ടോ? അപ്പം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഏതാ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷേ ലീസ്റ്റ് സ്ക്വയർസ് എന്ന് ചോദിച്ചാൽ അത് ചെയ്യുകയും വേണം. അപ്പം പഠിച്ചു വെച്ചോ 2 രീതിയിലും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എക്സ് ഓൺ വൈയും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കോപ്പിഡ് ഓൾ ദ ടോട്ടൽസ് ഞാനെല്ലാം നോക്കി എഴുതി. കാരണം നമുക്ക് ഇനി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈക്ക് ചെയ്യാനോ അവരെ ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചെയ്തു. നൗ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ? നേരത്തെ ചെയ്ത വൈ ഓൺ എക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. യു ആർ ഗോയിങ് ടു റീപ്ലേസ് ദിസ് വൈ ടേംസ് വിത്ത് എക്സ് അല്ലേ. അപ്പോൾ എക്സ് ഓൺ വൈ ആയതുകൊണ്ട് എക്സ് ഷുഡ് കം ഓൺ ദ ലെഫ്റ്റ് സൈഡ്. എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ അതിൽ അറിയാം എക്സ് ബാർ വൈ ബാറൊക്കെ നമുക്ക് നേരത്തെ അവിടെ നിന്ന് കിട്ടിയ സെയിം ആൾക്കാരാട്ടോ. ഇനിയിപ്പോൾ വീണ്ടും കാണണ്ട. ടോട്ടൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ നമുക്ക് അവിടെ കിട്ടിയല്ലോ 15. അതേപോലെ വൈ ബാർ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് വൈ ഡിവൈഡഡ് ബൈ, അതായത് 40 കിട്ടി. ഇനി ബി എക്സ് വൈ കാണാൻ പോവുകയാണേ. ബി എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എക്സ് ഓൺ വൈ. അപ്പോൾ വൈ ഷുഡ് കം അറ്റ് ദ ഡിനോമിനേറ്റർ. എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ n 5 ആണ്. സിഗ്മ എക്സ് വൈ എത്രയാണ്? 3400 മൈനസ് സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ, ദാറ്റ് ഇസ് 75 ഇൻറ്റു 200. ഒന്നും നോക്കണ്ട കുട്ടികളെ, ന്യൂമറേറ്റർ അത് തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ അത് തന്നെയായിരിക്കും. എക്സ് വൈ ഓൺ എക്സ് ചെയ്തത് തന്നെ. സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്? 9000 മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 200 ദ ഹോൾ സ്ക്വയർ.
അപ്പോൾ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നതാണ് അവിടെ നിന്ന് 5 ഇൻറ്റു 3400 അറ്റ് 17,000 മൈനസ് 15,000 അറ്റ് ദ ടോപ്പ്. നോക്കണ്ട, കറക്റ്റ് അത് തന്നെയായിരിക്കും. ഇനി ഇതെന്താ 45,000 വരും ഇവിടെ, മൈനസ് 40,000 താഴെയും വന്നു. ഇനി എന്താ സോൾവ് ചെയ്യുമ്പോൾ 2,000 അറ്റ് ദ ടോപ്പ് ആൻഡ് ഡിനോമിനേറ്റർ ഇറ്റ് ഇസ് 5,000. അപ്പോൾ 2/5 വരും. 2/5 എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് 0.4 എന്നും പറഞ്ഞ് വന്നു. ഇനി ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. x മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് എഴുതാം. എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ്? 15 ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇപ്പോൾ കിട്ടിയത് എത്രയാണ്? 0.4 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ദറ്റ് ഇസ് 40. ഇനി എന്ത് ചെയ്യണം? എക്സ് മൈനസ് 15 ഇസ് ഈക്വൽ ടു 0.4y മൈനസ് ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 0.4 ഇൻറ്റു 40 ഇറ്റ് ഇസ് 16 വന്നു. കണ്ടോ? ഇനി എന്താ? ഈ മൈനസ് 15 എനിക്ക് ആവശ്യമില്ല, ഞാനത് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ നോക്കിക്കോ കേട്ടോ. ഈ മൈനസ് 15 അപ്പുറത്തേക്ക് പോകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0.4y മൈനസ് 16 പ്ലസ് 15 വരും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0.4y മൈനസ് 1 മൈനസ് 16 പ്ലസ് 15 എന്ന് പറയുമ്പോൾ 0.4y മൈനസ് 1. കണ്ടോ? നമുക്ക് പണ്ട് കിട്ടിയത് എന്ത് തന്നെയായിരുന്നു? അത് തന്നെയായിരുന്നു. ഇനി ഒരു ചെറിയ പോർഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം തീർന്നു. ഇപ്പം ഇത്രയും നമ്മൾ കഴിഞ്ഞ ദിവസവും ചെയ്തോളൂ. ഇനി ഒരു ഗ്രാഫും കൂടി നമുക്ക് വരച്ച് നോക്കാം കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ക്ലിയർ ആവും. ഓക്കെ, ഇനി നമ്മൾ ഗ്രാഫ് വരക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ റിഗ്രഷൻ ലൈനൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ y ഇസ് ഈക്വൽ ടു 1.66 പ്ലസ് 16 കിട്ടി. അതേപോലെ എക്സ് ഓൺ വൈഡ് അതിൽ എക്സ് ഇസ് ഈക്വൽ ടു 0.4y മൈനസ് 1 എന്നും പറഞ്ഞ് കിട്ടി. ഇനി വൈ ആർ ഗോയിങ് ടു പ്ലോട്ട് ദ വാല്യൂസ്. ഇതേപോലെ നമ്മൾ എക്സ് വൈ വരക്കില്ലേ, അതേപോലെ എക്സ് ഇവിടെ വൈ ഇവിടെ ആയിട്ട് വരക്കാൻ പോവുകയാണ്. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്കറിയാലോ, ഒരു മാക്സിമം എത്ര 60 വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 10, 20, 30, 40, 50, 60, 70 ആയിട്ട് എടുത്തു. ഓക്കെ, അതേപോലെ എക്സ് മാക്സിമം 25 ആണ്. അപ്പോൾ 5, 10, 15, 20, 25, ഒരു 30 വരെ ഞാൻ അങ്ങനെയും പോയി. ഓക്കെ, ഇത് ശരിക്കും പ്ലോട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ എക്സിൻ്റെ എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലല്ലേ വൈക്ക് കിട്ടത്തുള്ളൂ. എക്സിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എടുക്കുക. അതായത് ലാസ്റ്റ് അങ്ങേ അറ്റവും ഇങ്ങേ അറ്റത്തിൻ്റെ ഉള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈ എന്താ കിട്ടണമെന്ന് നോക്കി. വൈ ഈസ് ഈക്വൽ ടു ആദ്യം നമുക്ക് എക്സ് 5 എന്നും പറഞ്ഞു കൊടുക്കാം. എക്സ് 5 ആകുമ്പോൾ 1.6 ഇൻറ്റു 5 പ്ലസ് 16. അപ്പോൾ 1.65 എത്ര വരിക? 8 പ്ലസ് 16 ഈക്വൽ ടു 24. അടുത്തത് എന്താ? എക്സിന് ഒരു 25 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 25 പ്ലസ് 16 കൊടുക്കുക. അപ്പോൾ വൈ എന്നാ കിട്ടുന്നത്? 1.6 പ്ലസ് 25 കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് 40 അല്ലേ? 40 പ്ലസ് 16 ഇസ് ഈക്വൽ ടു 56 വരും. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ്സാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോണത്. അതായത് എക്സ് 5 ആകുമ്പോൾ വൈ വാല്യൂ എത്രയാണ് വന്നത്? 24. അതേപോലെ എക്സ് 25 ആയപ്പോൾ വൈ വാല്യൂ 56. അത് മാത്രമേ പ്ലോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എക്സ് ഇവിടെയാണ്. എക്സ് 5 ആയപ്പോൾ ഒരു 24 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹിയർ വേണ്ട, അത് ഞാൻ പ്ലോട്ട് ചെയ്തു. പിന്നെ എക്സ് 25 ആയപ്പോൾ വൈ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 56. ഇനി ഇതിൻ്റെ ഇടയിലുള്ളതൊന്നും നോക്കണ്ട, നിങ്ങളിത് വരച്ചു വയ്ക്കോ. ദിസ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇതാണ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത്. വൈ ഓൺ എക്സ് കേട്ടോ. വൈ ഓൺ എക്സ് ഏതായിരുന്നു? വൈ ഈസ് ഈക്വൽ ടു 1.6x പ്ലസ് 16. കണ്ടോ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് ചിലപ്പോൾ ഗ്രാഫും കൂടി വരക്കാൻ പറയും, റിഗ്രഷൻ ലൈനും കൂടി കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ ലീസ്റ്റ് സ്ക്വയറിലാണെങ്കിലും ഈ ആൾജിബ്രിക് മെത്തേഡിലാണെങ്കിലും ആഫ്റ്റർ ഗെറ്റിംഗ് ദ ഇക്വേഷൻ എക്സ്ട്രീം ഐറ്റംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ എക്സ് ഓൺ വൈയും കൂടി കാണാം അല്ലേ? എക്സ് ഓൺ വൈ ഇതേപോലെ തന്നെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. 5, 10, 15, 20, 25 മതി. ഇവിടെ 10, 20, 30, 40, 50 and 60 വൈ. ഇനി 0.4y മൈനസ് 1 ആണ് എക്സ്ട്രീം എന്ന് പറയുന്നത്. വൈഡ് എക്സ്ട്രീം ആരാ? 20യും 50യും. അപ്പോൾ അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈ 20 ആകുമ്പോൾ എക്സ് എന്താ വരുന്നത്? 0.4 ഇൻറ്റു 20 മൈനസ് 1. അതായത് 0.4 ഇൻറ്റു 20 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 8 അല്ലേ? അപ്പോൾ 8 മൈനസ് 1 ഇസ് ഈക്വൽ ടു 7 വന്നു. അടുത്തത് വൈഡ് അടുത്ത എക്സ്ട്രീം എത്രയാണ്? 50. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0.4 ഇൻറ്റു 50 മൈനസ് 1.
അപ്പോൾ എത്ര വരാം 20 മൈനസ് 1 ഇസ് ഈക്വൽ ടു 19 വന്നു. അപ്പോൾ എക്സ് 19 7 നമുക്ക് കിട്ടി. ഇനി അതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. 0.4 ഇൻറ്റു 50. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വൈയുടെ എക്സ്ട്രീം എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് വാല്യൂ ഉണ്ടോ, അതുണ്ടോ? ബിഗ്ഗസ്റ്റ് വാല്യൂ നോക്കിയേ. ബിഗ്ഗസ്റ്റ് വാല്യൂ എത്രയാണ്? 60 ആണ്. അപ്പോൾ ആ 60 ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെയുണ്ട് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാല്യൂവും ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. എക്സ് അങ്ങനെ തന്നെ വന്നുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം വരാഞ്ഞത്. ചെറിയ വാല്യൂ 5ഉം ഏറ്റവും ബിഗ് വാല്യൂ 25. വൈയിൽ അങ്ങനെയല്ല, സ്മോളസ്റ്റ് 20, ബിഗ്ഗസ്റ്റ് എത്രയാണ്? 60 ആയിരുന്നു അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അവിടെ 50ക്ക് വരെ ഞാൻ എന്താ 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 4 6 24 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ആട്ടോ കുട്ടികളെ. 23 വന്നു. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ വാല്യൂ ആണ്? എക്സ് 7 ആകുമ്പോൾ y 20. അപ്പോൾ എക്സ് 7 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇയർ അല്ലേ. ഇത് ഇവിടെ കിട്ടി എനിക്ക്. ഇനി എക്സ് 23 അപ്പോൾ y 60. എക്സ് 23 ഇവിടെ പോട്ടെ. y 60 എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ വരും. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്തേ. ഇതും എന്ത് തന്നെ വരുള്ളൂ? സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരും. അപ്പോൾ ഇതാണ് എക്സ് ഓൺ വൈ. എന്നിട്ട് ഇവിടെ ഇക്വേഷൻ എഴുതാം. ഇറ്റ് ഈസ് 0.4y മൈനസ് 1 ആണ് എക്സ് ഈക്വൽസ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സപ്പോസ് എങ്ങാനും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.